പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് അൻസാരി സ്വഹാബാക്കൾ അവരുടെ ഒരു പതിവ്, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന പക്ഷം കാബയിൽ പോയി തവാഫ് ചെയ്തു, മറ്റു അമലുകളുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഹജ്ജ് എന്ന കർമ്മം നിർബന്ധമാക്കിയതിനു ശേഷം ഹജ്ജ് കഴിഞ്ഞു അവർ മടങ്ങി വരുമ്പോൾ അവരുടെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പിന്നാമ്പുറത്തൂടെ വീടിനകത്ത് കയറുക എന്നുള്ളതാണ്. വീടിൻ്റെ പുറകിലൂടെയാണ് അവർ വീടിനകത്ത് കയറുക. അതാണ് അവർ ശുഭലക്ഷണമായി കണക്കാക്കിയിരുന്നത്. അതൊരു നന്മയായിട്ട് അവർ കൊണ്ടു നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരാൾ അങ്ങനെ പിൻവാതിലൂടെ കടക്കാതെ മുൻവാതിലൂടെ കടക്കുകയും അയാൾക്ക് നേരെ അത് ആക്ഷേപമായി ഉന്നയിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നു. അപ്പോഴാണ് അവർക്കിടയിൽ അങ്ങനെ ഒരു പതിവുണ്ടെന്ന് പോലും ഒരു വേള റസൂലുള്ളാഹിയുടെ ചിന്തയിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് എന്ന് തോന്നുന്നു. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ വിഷയത്തിൽ ചെറിയൊരു ക്ലാരിറ്റി, ഒരു വിഷയത്തിൽ ഒരു വ്യക്തത കൊണ്ടുവന്നു. ലൈസൽ ബിർറ ബി അൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലകിനൽ ബിർറ മൻ ഇത്തഖ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. വിശുദ്ധ ഖുർആന്റെ വാചകം ഇറങ്ങുന്നു. അല്ലാഹു റസൂൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് പരസ്യമായി വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ നന്മ എന്ന് പറയുമ്പോൾ വീടിന്റെ പിന്നാമ്പുറത്തൂടെ കയറുന്നതാണ് നന്മ എന്ന് നിങ്ങൾ കണക്കാക്കുന്ന അതല്ല നന്മ. മറിച്ച് നന്മ എന്തെന്നറിയുമോ, അത് തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. മുൻവാതിലൂടെ വീട്ടിലേക്ക് കയറിക്കോളൂ. നിങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾ, നിസ്സാരമായ ചില കാര്യങ്ങളിൽ ഗൗരവം നമ്മൾ കണ്ടെത്തുകയും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നമ്മുടെ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടു പോയി എന്ന് വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ ശരിയായ മതത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ ശരിയായ നന്മ തഖ്വയാണ് എന്നും, അല്ലാതെ നിങ്ങൾ നിസ്സാരമായി പല കാര്യങ്ങളും വലിയ നിലയിൽ, ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ നിസ്സാരമായ പല കാര്യങ്ങളിലും മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന ജാഗ്രതയും ഗൗരവവും വളരെ വലുതാണ്. ചെറിയ കാര്യങ്ങളായിരിക്കും. വീട്ടിൽ നിന്നൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് മണവാള ഒരുക്കി ഇറക്കണം, അപ്പോഴൊരു കാരണവും പറയാനുണ്ടാകും. രാഹുവാലമായിട്ടില്ല, അല്ലെങ്കിൽ രാഹുവാലാണെന്നോ അതിനൊരു പദ്ധതി പറയാറുണ്ട്. നേരം നോക്കണം. നേരം നോക്കിയിട്ട് അത് വലിയ ജാഗ്രതയാണ്. അങ്ങനെ വലിയ സൂക്ഷ്മത കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒരു വിവാഹം എടുക്കുകയാണെങ്കിൽ കലണ്ടർ എടുക്കണം, നഹ്സ് നോക്കണം. അങ്ങനെ അത് ഏറ്റവും നല്ല ദിവസമാണോ മോശം ദിവസമാണോ, അത് നഹ്സുള്ള ദിവസമാണോ എന്ന്. ഒരു വീട് വെക്കുമ്പോൾ വസ്തു കിടക്കുന്ന കിടപ്പനുസരിച്ചാണ് ഒരു വീട് നിർമ്മിക്കുക. പിന്നെ കാറ്റും വെളിച്ചവും പോകുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് അനുകൂലമായ വിധത്തിൽ വീടിന്റെ വാതിലുകളും ജനലുകളും നിർമ്മിക്കാം. അതൊക്കെ നമ്മുടെ യുക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വീട് വെക്കുമ്പോൾ പോലും ഒരുപാട് ലക്ഷണങ്ങൾ നോക്കേണ്ടി വരുന്നുണ്ട്. കന്നിമൂലം നോക്കണം നമുക്ക്, വാസ്തു പുരുഷന്റെ തല എവിടെ ഇരിക്കുന്നു നോക്കണം നമുക്ക്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മയ്യവാതിലുകൾ സ്ഥാപിക്കണം. അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വലിയ ജാഗ്രത കാണിക്കും നമ്മൾ. അതിൽ 1000 അഭിപ്രായം. ഒരു മയ്യത്തടക്കാൻ വന്നാൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്നത് പോലെയാണ് നിർദ്ദേശങ്ങൾ. ഈ മണ്ണ് അകത്തോട്ട് വീഴും, മണ്ണിൽ തന്നെയാണ് മയ്യത്ത് വെക്കുന്നത്. പിന്നെ മൂടി പിടിക്കാൻ തട്ടം വേണം. അങ്ങനെ കുറെ കാര്യങ്ങളിൽ അമിതമായ ജാഗ്രത. ഇല്ലെങ്കിൽ എല്ലാം നശിച്ചുപോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിസാരമായ കാര്യങ്ങളിൽ ലക്ഷണം കാണുകയും അതിലാണ് ജീവിതമെന്നും ദീനെന്നും ദുനിയാവെന്നും കണക്കാക്കുന്നവരോട് ഖുർആൻ പറഞ്ഞ ഭാഷയാണിത്. അതല്ല നന്മ. ഇതങ്ങ് നിങ്ങൾ നിസ്സാരമായ ചില കാര്യങ്ങളെ വലിയ സംഭവമായി കണക്കാക്കുകയും അതൊക്കെ ഗൗരവമുള്ള വിഷയമായി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തിട്ട് യഥാർത്ഥ മഹത്വമുള്ളതിനെ, ഏറ്റവും വലിയ നന്മയെ നിങ്ങൾ കൈയൊടിച്ചു കളഞ്ഞല്ലോ എന്ന്. അത് തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അത് തഖ്വയാണ് എന്ന്. ആ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ മാസം. അതിലേക്ക് വരുന്നത് നമ്മുടെ ഒരു വിളിപ്പാടകലെ അങ്കുലി പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് ഈ റമദാനിലേക്ക് നമുക്കുള്ളത്. ആ റമദാൻ മാസം നമ്മുടെ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ റമദാൻ മാസത്തെ സവിശേഷമാക്കുന്നത്, അതിന്റെ കർമ്മം കൊണ്ട് അതിനെ സവിശേഷമാക്കുന്നത് വ്രതം തന്നെയാണ്. വ്രതത്തിന്റെ വിശുദ്ധിയാണ് റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത്. ആ സവിശേഷമായ അമല്, ആഹാരപാനീയങ്ങളും നമ്മുടെ ലൈംഗികതയും നമ്മുടെ ശരീരത്തെയും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഉപവാസം,
ആ വ്രതാനുഷ്ഠാനത്തിനെ എന്തിനു വേണ്ടി നമുക്ക് നിർബന്ധമാക്കി എന്ന് വളരെ വ്യക്തമായി അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. വിശുദ്ധ റമദാൻ മാസത്തിന്റെ രാപ്പകലുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു പകൽ മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് നോമ്പെടുക്കണം നിങ്ങൾ നിർബന്ധമാണ്. ഏതുപോലെ നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്തിനാണ്? ലഅല്ലകും തത്തഖൂന, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയെന്ന്, നമുക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് ഞാൻ ഓതിയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. വർഷാവർഷം റമദാൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന വിശുദ്ധ വാചകമാണ്, നമ്മൾ നന്നായി മനസ്സിലാക്കിയ വാചകവുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോയത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു സംഗതി എന്നുള്ളത് തഖ്വയാണ്. നോമ്പിലൂടെ ഒരാൾക്ക് എങ്ങനെ തഖ്വ ആർജിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനു മുമ്പ് എന്താണ് തഖ്വ എന്നറിയണ്ടേ? എന്താണ് തഖ്വ എന്നും അതിന്റെ ഗൗരവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ? എന്താണ് തഖ്വ എന്നറിയുന്ന മുമ്പ് അതിന്റെ മഹത്വം ആദ്യം മനസ്സിലാക്കുക. ലോകത്തെ എല്ലാ പ്രവാചകന്മാർ വന്നതും ഈ തഖ്വ പഠിപ്പിക്കാനാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെല്ലാം ഞാൻ വസീയത്ത് ചെയ്തത് എന്താണ്? തഖ്വ പഠിപ്പിക്കാനാണ്. അലിത്തഖുല്ലാഹ, അല്ലാഹുവിന് തഖ്വ ചെയ്യൂ എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. വയ്യാക്കും, നിങ്ങളെയും അങ്ങനെ തന്നെയാണ്. നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ തഖ്വ ചെയ്യണമെന്ന്. അതാ ഖുർആൻ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകനായി കടന്നു വന്ന ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹവും ജനങ്ങളോട് പറഞ്ഞത് അലിത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന്. അതിന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോടും അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, മൂസാ നീ ഫറോവയുടെ മുമ്പിലേക്ക് ചെല്ലണം, ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ചെല്ലണം, എന്നിട്ട് അലാ യത്തഖൂന, അവർക്ക് തഖ്വ പഠിപ്പിക്കണമെന്ന്. ആ സമൂഹത്തെ തഖ്വയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ദൗത്യം എന്നുള്ളത്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഓരോ പ്രവാചകന്മാരും, ലൂത്ത് നബി അലൈഹി ഇസ്ലാം വഖാല ലഹും അഖൂഹും ലൂത്ത് അലാ യത്തഖൂൻ ഫത്തഖുല്ലാഹ വഅതിഊൻ. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അതായത് സമൂഹത്തിലേക്ക് വന്നിട്ട്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, അനലക്കും നാസിഹുൻ അമീൻ, നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ള ഒരു ഉപദേഷ്ടാവാണ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, എന്നെ നിങ്ങൾ അനുസരിക്കണമെന്ന്. ഇത് തന്നെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമും പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിലെ അക്കമിട്ട് നിർത്തുന്നത് പോലെയാണ് ഓരോ പ്രവാചകന്മാരും വന്നിട്ട് അതാത് സമൂഹത്തോട് നിങ്ങൾ തഖ്വ ചെയ്യണേ, നിങ്ങൾ തഖ്വയിലേക്ക് വരണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് ആദ്യം നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നതും. ഇത് ഖാല ലഹും അഖൂഹും നൂഹ് അലാ യത്തഖൂൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമും പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യൂ എന്നാണ്. ഫത്തഖുല്ലാഹ വഅതിഊൻ, തീർച്ചയായിട്ടും നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും എന്നെ അനുസരിക്കുകയും വേണം, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. ഇന്നി ലക്കും നാസിഹുൻ അമീൻ, വിശ്വസ്തനായ ഒരു ഉപദേഷ്ടാവാണ് ഞാൻ, നിങ്ങളെന്ന് കൂലി പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമും പറയുന്നത്. അതിനു മുമ്പ് ആദ്യം നബിയുടെ രണ്ട് മക്കളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇത് ഒരാളിൽ നിന്ന് ബലികർമ്മം സ്വീകരിക്കുകയും അടുത്ത ആളിൽ നിന്ന് ബലികർമ്മം സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്തപ്പോ ഒരു സഹോദരന്റെ പ്രതികരണം എന്നുള്ളത് തഖ്വയുള്ളവൻ നിന്നല്ലാതെ അല്ലാഹു അമലുകൾ സ്വീകരിക്കില്ല എന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ തുടങ്ങിയിട്ട് ഇന്നോളം വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന ദൗത്യം തഖ്വ പഠിപ്പിക്കലാണ്. അവരെല്ലാം തഖ്വ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. തഖ്വയെ കുറിച്ച് പ്രസംഗിക്കാത്ത ഒരു പ്രഭാഷണവും കടന്നു പോയിട്ടില്ല പുണ്യ നബിയുടെ ജീവിതത്തിൽ. തഖ്വ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചക ശൃംഖലയിലെ അവസാന കണ്ണിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. തഖ്വ പഠിപ്പിക്കാൻ വേണ്ടി വേദഗ്രന്ഥം ഈ ലോകത്തിന് മുമ്പിലേക്ക് വെച്ചു, വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഓരോ പ്രഭാഷണത്തിലും നിർബന്ധപൂർവ്വം ആഴ്ചയിൽ ഒരു ദിവസം 2 റക്അത്ത് നമസ്കാരം വെട്ടിച്ചുരുക്കി, വെള്ളിയാഴ്ച ദിവസം ലോഹർ നമസ്കാരത്തിൽ നിന്ന് എന്നിട്ട് ആ സമയം കൂടി കവർന്നെടുത്തുകൊണ്ട് വിശ്വാസികൾക്ക് ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പരിശീലിപ്പിച്ചു. ആ പ്രബോധന ദൗത്യം നിർവഹിക്കുമ്പോൾ ഒന്നാമത് ഏറ്റവും വലിയ ഉത്ബോധനത്തിന്റെ കാതൽ എന്നുള്ളത് നിങ്ങൾ അല്ലാഹു തഖ്വ ചെയ്യണമെന്നാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ഒരു പ്രഭാഷണവും പൂർത്തിയാക്കിയിട്ടില്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഒന്നാമത്തെ വിഷയം. നമ്മളിപ്പോ എല്ലാ ജുമയ്ക്കും നമ്മൾ എങ്ങനെ തുടങ്ങുന്നത്? നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തഖ്വ ചെയ്യണമെന്നാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ടാണ് ഓരോ പ്രഭാഷണങ്ങൾ നമ്മൾ ആരംഭിക്കുക. പക്ഷെ ഇപ്പോഴും നമുക്ക് അന്യം നിൽക്കുന്ന സംഗതി എന്താണെന്ന് അറിയുമോ? പറയുന്നവരും കേൾക്കുന്നവരും തഖ്വ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു സാധനം നമ്മൾ നേടണമെങ്കിൽ, ഒരു സംഗതി നമുക്ക് സമ്പാദിക്കണമെങ്കിൽ അതെന്താണെന്നെങ്കിൽ മിനിമം മനസ്സിലാകണ്ടേ? തഖ്വ 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 എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ എന്താണ് തഖ്വ?
അതെങ്ങനെ നമ്മൾ ആർജിക്കണം എന്ന് നമുക്ക് വ്യക്തമായ ഒരു ആൻസർ ഇല്ല, നമുക്കറിയില്ല, അന്വേഷിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല, മെനക്കെടാൻ നിന്നിട്ടില്ല. ഇതൊക്കെ കേൾക്കുക, തഖ്വയുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇസ്ലാമിൽ, അങ്ങനെ ഒരു സാധനം ഇസ്ലാമിനകത്തുണ്ട് എന്ന് നമ്മൾ കണക്കാക്കി പോകണം. അല്ലാതെ തഖ്വ എന്തെന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. തഖ്വ ഇല്ലാതെ ഒന്നുമില്ല. തഖ്വ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാരും വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നതാണ്, സ്വർഗം പിടിക്കാൻ വേണ്ടിയാ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം, ആ സ്വർഗം ഒരുക്കപ്പെട്ടിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഖുർആൻ പറയുന്നത്. തഖ്വയും കൊണ്ട് ആ സ്വർഗം നൽകാമെന്ന്. അത് എവിടെയാണ് എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിനും ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയും. എന്താണ് തഖ്വ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് തഖ്വ എന്ന് വെച്ചാൽ ഒരു നിർവചനം കൊണ്ട് ഏതൊന്നിനെയും വിശദീകരിക്കാൻ കഴിയും. ചിലപ്പോൾ 1-2 വാക്കുകൾ മതിയാകും, ചിലപ്പോൾ 1-2 വാചകങ്ങൾ വേണ്ടി വരും. സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ ഏതൊന്നിനെയും ഒരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. ഒന്നുകിൽ ഒരു സെന്റൻസിൽ ഒതുങ്ങും, അല്ലെങ്കിൽ 1-2 സെന്റൻസുകൾ പറയുമ്പോൾ അതിനൊരു വിശദീകരണമാകും, ഒരു വ്യക്തതയും ഒരു ക്ലാരിറ്റിയും ഉണ്ടാകും. എന്നാൽ തഖ്വയെ കുറിച്ച് വിശദീകരിക്കാൻ എന്തുകൊണ്ട് അള്ളാഹു തുനിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ റസൂൽ തുനിഞ്ഞില്ല, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഡെഫിനിഷൻ തഖ്വയ്ക്ക് കൊടുത്തിട്ടില്ല, നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല, എന്തുകൊണ്ട് അത് അവ്യക്തമായി നിൽക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും. അത് ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു നിർവചനം ഒറ്റ വാക്കുകൊണ്ട് നിർവചിക്കാൻ കഴിയുന്ന ഒന്നല്ല തഖ്വ എന്നുള്ളത്. അതിൽ ഒതുങ്ങുന്നതല്ല തഖ്വ. തഖ്വയാണ് ഖുർആന്റെ A to Z. വന്ന എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളുടെയും പേരാണ് തഖ്വ. അവസാനമായി അവതരിച്ച വിശുദ്ധ ഖുർആന്റെ ആദ്യ അക്ഷരം മുതൽ അവസാനം വരെയുള്ള അക്ഷരങ്ങൾ പഠിപ്പിച്ച ആ അധ്യാപനത്തിലുള്ള സർവ്വകാര്യങ്ങളുമാണ് തഖ്വ. ആ തഖ്വയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുക. അതിനുവേണ്ടി റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത്. അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്, പക്ഷെ വിശദീകരിക്കപ്പെട്ടു പലപ്പോഴും പല രീതിയിൽ. ഓരോരുത്തരും ഓരോന്നിനെയും എന്ത് ചെയ്യുക, ഓരോ സൈഡിൽ നോക്കിയിട്ട് ആ രീതിയിൽ അല്പം ആ സാഹചര്യത്തിനനുസൃതമായി വിശദീകരിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ നബി പറഞ്ഞതുപോലെ ഇടനെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പുണ്യ നബി പറഞ്ഞത് തഖ്വ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന്. തഖ്വ ഹൃദയത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തഖ്വ ഹൃദയത്തിലാണോ? ഹൃദയത്തിൽ മാത്രമാണോ ഉള്ളത്? അല്ല, അതൊരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ്. ഒരു സന്ദർഭത്തിലാണ് തഖ്വയുടെ ഇരിപ്പിടം, അത് ഹൃദയം തന്നെയാണ്. അവിടുന്ന് തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന തഖ്വ. എന്നാൽ തഖ്വ പടർന്ന് പന്തലിച്ച് കിടക്കാണ്. ഈമാനെ കുറിച്ച് റസൂൽ വിശദീകരിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട്. ഈമാൻ എന്താണ് നബി എന്ന് ചോദിക്കും, തുടങ്ങിയിട്ട് വിശ്വാസ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി. ഇസ്ലാമോ, ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോ കർമ്മപരമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ വിവരിച്ചുകൊണ്ട് അത് വ്യക്തമായ നിർവചനം നൽകി. എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോഴും എന്ന്. നീ നിന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും വിശദീകരിച്ചു നൽകി. എന്നാൽ തഖ്വയ്ക്ക് ഒരു വാക്കുകൊണ്ട് വിശദീകരണം നൽകിയിട്ടില്ല. കാരണം ഈമാനും ഇസ്ലാമും ഇഹ്സാനും അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് തഖ്വ എന്നുള്ളത്. ഈ സൂറത്തുൽ ബഖറയിലേക്ക് വരാം. സൂറത്തുൽ ബഖറ ആദ്യമേ പറയുന്നുണ്ട് അല്ലാഹു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആദ്യമേ പറയണം അല്ലാഹു ഈ വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ ഈ ഖുർആൻ മുഴുവനും ഹുദൽ ലിൽ മുത്തഖീന, മുത്തഖിയാകാനുള്ള വഴിയാണ് എന്ന്. ഒരു മനുഷ്യൻ എങ്ങനെ തഖ്വ ആർജിക്കാമെന്നുള്ള വിശദീകരണ പുസ്തകമാണ് ഖുർആൻ എന്ന് ആദ്യമേ പറയണം. അർത്ഥശങ്കയ്ക്ക് പോലും ഇടവേണ്ട, ആശങ്ക വേണ്ടാന്ന്. അല്പം പോലും സംശയത്തിന് ഇടയില്ലാതെ പറയട്ടെ, ഈ ഗ്രന്ഥം നിങ്ങൾക്ക് വഴി കാണിക്കുന്നത് തഖ്വയിലേക്കാണെന്ന് ഇത് ആദ്യം പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയും തഖ്വയെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയാണ് ഈമാൻ കടന്നു വരുന്നത്, അവിടെയാണ് അമാൽ സ്വലിഹാത്തുകൾ കടന്നു വരുന്നത്. അത് മാത്രമല്ല, അവിടെ വിശുദ്ധ സൂറത്തുൽ ബഖറയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 20 ആയത്തുകളുടെ ഇടയിൽ ഒരു നിരോധനമോ ഒരു കൽപ്പനയോ കടന്നു വന്നിട്ടില്ല, ഒരു ആജ്ഞയില്ല. 20 ആയത്തുകൾ വരെ ഒരു ആജ്ഞയില്ല, ഒരു കാര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കാര്യം ചെയ്യണ്ട എന്നും പറഞ്ഞിട്ടില്ല. 20ഓളം ആയത്തുകളിൽ മനുഷ്യന് 3 കാറ്റഗറിയായി അല്ലാഹു തിരിച്ചു. 3 ടൈപ്പ് ആൾക്കാരാണ് ഉണ്ടാവുക. മനുഷ്യൻ 3 ടൈപ്പാണ്, വിശ്വാസപരമായി ആദർശപരമായി. അതിൽ ഒന്നാമത് പറഞ്ഞത് മുത്തഖീങ്ങളാണ്. ഒന്നാമത്തെ വിഭാഗം മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങളെ വിശദീകരിച്ചു ഖുർആൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. എന്താ ഖുർആൻ പറഞ്ഞത്? അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവർ. അദൃശ്യമായ അല്ലാഹുവിലും സ്വർഗ്ഗത്തിലും നരകത്തിലും തുടങ്ങിയുള്ള അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവർ. അതുപോലെ പൂർവ്വവേദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. വേദങ്ങളിൽ വിശ്വസിക്കുന്നവർ പിന്നെയോ നമസ്കരിക്കുന്നവരാണ്,
അവർ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്, നിസ്കാരമുള്ളവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, അങ്ങനെ വിശ്വാസ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും കർമ്മ വിഷയങ്ങളെല്ലാം പാലിക്കുകയും ചെയ്യുന്നവരാണ് മുത്തഖി എന്ന് ഖുർആൻ. ശേഷം പറഞ്ഞത് കാഫിരിങ്ങളെ കുറിച്ചാണ്. പിന്നെ പറയുന്നത് കാഫിരിങ്ങളെ കുറിച്ചാണ്. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ഫഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഖിശാവ. പിന്നെയുള്ളത് കാഫിരിങ്ങൾ, രണ്ടാമത്തെ കാറ്റഗറിയാണ്. അവരുടെ ഹൃദയങ്ങൾ മൂടിക്കീഴപ്പെട്ടിരിക്കുന്നു, അവരുടെ കണ്ണുകൾ ഹക്ക് കാണില്ല, അവരുടെ കാതുകൾ ഹക്ക് കേൾക്കില്ല, അവർ അവിശ്വാസികളാണ്, അള്ളാഹുവിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്ന്. വിശ്വാസികൾ വിശ്വസിക്കുന്ന അദൃശ്യ കാര്യങ്ങൾ അവിശ്വസിച്ചവരാണ്. രണ്ടും ക്ലാരിറ്റി ഉണ്ട്. ഒന്ന് മുഅ്മിനീങ്ങളാണ്, അല്ല മുത്തഖീങ്ങളാണ്, രണ്ട് എന്ത് ചെയ്യുക, കാഫിരിങ്ങളാണ്. മൂന്നാമത് അള്ളാഹു പറയുന്നത് പിന്നെ പറഞ്ഞ കുറെ ആൾക്കാർ മുഅ്മിനെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും മുഅ്മിനീങ്ങളൊന്നുമല്ല, അവർ മുനാഫിക്കീങ്ങളാണെന്ന്. മൂന്നാമത്തെ കാറ്റഗറി ഏതാ? മുനാഫിക്കീങ്ങൾ. അത് അല്പം വിശദീകരിച്ചു ഖുർആൻ. അതല്പം വിശദീകരിച്ചു. കാരണം സമൂഹത്തിൽ ഏറെക്കുറെ നമുക്ക് കാണാൻ ഇന്ന് കഴിയുന്നത് മുനാഫിക്കീങ്ങളാണ്. മുനാഫിക്കുകളെ കൊണ്ട് മാത്രം ജുമ്മാ നടക്കുന്ന പള്ളികളവരുണ്ട്. ഒരു കൗതുകത്തിന്റെ പേരിലാണെങ്കിൽ കഴിഞ്ഞ ഒരു കാലത്ത് ഒരു പണ്ഡിതൻ പറഞ്ഞത്, ഒരു കാലം വന്നേക്കാം അന്ന് പള്ളി നിറച്ച് മുനാഫിക്കീങ്ങളെ കൊണ്ട് നമസ്കാരവും നടന്നേക്കാമെന്ന് ഒരു പണ്ഡിതന്റെ വിലയിരുത്തലാണ്. മുനാഫിക്കീങ്ങളെ കൊണ്ട്, മുത്തഖീങ്ങളല്ല, മുനാഫിക്കീങ്ങളെ കൊണ്ട്. കാരണം മുനാഫിക്കീങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞാൽ, മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മുഅ്മിനാണെന്ന് പറയുന്ന ആൾക്കാരാ. ഞാൻ മുസ്ലിമാണെന്ന് പറയും, അവർ നിസ്കരിക്കും, അവർ നോമ്പ് പിടിക്കും, അവർക്ക് നോമ്പുണ്ടാവും, അവർ ദാനവും കൊടുക്കും ചിലപ്പോഴൊക്കെ. എന്നാലും ഉള്ളിൽ നന്മ ഉണ്ടാവില്ല. അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നിൽക്കില്ല. ഈമാന്റെ പിൻബലം കൊണ്ടായിരിക്കില്ല, അവരുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാവില്ല. അത് കാപട്യമാണ്, കുറെ പ്രഹസനങ്ങളാണ്. അവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയും പോലെ എന്തിനോ വേണ്ടി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രകടന പരതകൾ മാത്രമാണ് ആ മുനാഫിക്കീങ്ങളെന്ന്. അതിനെക്കുറിച്ച് പിന്നെ വിശാലമായി ചർച്ച ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നെല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ കൽപ്പന വരുന്ന യാ അയ്യുഹൽ നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുത്തഖിയാകണ്ടേ, അല്ലാഹുവിനെ ആരാധിക്കാൻ. അവിടെയാണ് ആദ്യത്തെ ആജ്ഞ വരുന്നത്. അവിടെ തഖ്വയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒന്നാമത് വിശദീകരിച്ചത് മുത്തഖീങ്ങളെ കുറിച്ചാണ്. മുത്തഖിയും കാഫിറും പിന്നെ മുനാഫിക്കും 3 കാറ്റഗറിയിൽ ജനങ്ങളുണ്ട്. അതിൽ മുത്തഖിയാകേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. ആ തഖ്വയെ വിശദീകരിക്കാൻ വേണ്ടി ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ പറഞ്ഞു തുടങ്ങിയത് ഒന്നാമത് എന്താണ്? ഈമാനാണ്. ഒന്നാമത്തെ കാര്യം തഖ്വയുടെ ഭാഗമാണ് ഈമാൻ. ഈമാനുള്ളവർക്കേ മുത്തഖിയാകാൻ കഴിയൂ. എല്ലാ മുഅ്മിനെയും മുത്തഖി എന്ന് പറയാൻ കഴിയില്ല. ചില ആൾക്കാർ ഉള്ളിൽ ഈമാൻ ഉണ്ടാകും, അല്പ ഈമാനുണ്ട്, പക്ഷെ അവൻ മുത്തഖി എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഇസ്ലാം വേണം, ഇഹ്സാൻ വേണം, പിന്നെയും ചില കാര്യങ്ങളുണ്ട്. ഈ ഖുർആൻ പരിശോധിച്ചു പോയാൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആൻ സംസാരിക്കുന്നുണ്ട് നന്മ എന്ന് പറയുമ്പോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ നോക്കി നിൽക്കുന്നതിന്റെ പേരല്ല നന്മ എന്നുള്ളത്. അങ്ങനെ പടിഞ്ഞാറ് തിരിഞ്ഞ് നിന്ന് നിസ്കരിച്ചത് കൊണ്ട് നന്മയാകുമെന്ന് കണക്കാക്കേണ്ട. അത് മാത്രമല്ല നന്മ എന്നുള്ളത്. നന്മ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അള്ളാഹുൽ വിശ്വസിക്കലാണ് നന്മ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നതാണ് നന്മ, അതുപോലെ തന്നെ അമ്പിയാക്കളിൽ വിശ്വസിക്കുന്നതാണ് നന്മ, മലക്കുകളിൽ വിശ്വസിക്കലാണ് നന്മ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ അഗതികൾക്ക് വേണ്ടി, അനാഥകർക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്ക് വേണ്ടി, വഴിയാത്രക്കാർക്ക് വേണ്ടി അകമഴിഞ്ഞ് കൊടുക്കുന്നവരുമാണ്. അതുമാണ് നന്മയെന്ന്. 5 നേരം കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നതും സകാത്ത് കൃത്യമായി കൊടുത്തുവിടുന്നതും അത് നന്മയാണ് എന്ന്. എന്ന് ഖുർആൻ പറഞ്ഞത്. പിന്നെ ഖുർആൻ കരാറ് പാലിക്കൽ, ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന വാക്കുകൾ പാലിക്കലും, ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ, കൊണ്ടും കൊടുത്തും ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന്റെ പേരാണ് നന്മ എന്നുള്ളത്. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. യഥാർത്ഥ മുത്തഖീങ്ങൾ അവരാണെന്ന് ഖുർആൻ സംസാരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഇവിടെ ഈമാൻ പറഞ്ഞു, ഇസ്ലാം പറഞ്ഞു, ഇഹ്സാൻ പറഞ്ഞു. അതിനുമപ്പുറത്തേക്ക് ജീവിത വ്യവഹാരങ്ങളിൽ ഒരു മനുഷ്യന്റെ സൽപെരുമാറ്റങ്ങൾ കൂടിയാണ് തഖ്വ എന്ന് പറഞ്ഞു. അതും തഖ്വയാണ്, ഇതും തഖ്വയാണ്. ഇത് തഖ്വയെ വിശദീകരിക്കുന്നതാണ്. എല്ലാ ആയത്തുകളും ഓതിയാൽ എല്ലാ ആയത്തും ഓതേണ്ടി വരും. എന്നാൽ നമുക്ക് തഖ്വ എന്താണെന്ന് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ട ഈമാൻ, അതിനൊരു തഖ്വയ്ക്ക് കുറെ ഉള്ളും പുറവൊക്കെ ഉണ്ട്. ഒരു ഉൾഭാഗമുണ്ട്. ആ ഉൾഭാഗം ഒന്നും ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലുള്ള ആ തഖ്വയുടെ ഒരുപാട് ഗുണങ്ങളും വിശേഷണങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഈമാനാണ്, അള്ളാഹുള്ള വിശ്വാസമാണ്.
അങ്ങനെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ട ആ ഒരു ഈമാനും വിശ്വാസവും, ആ വിശ്വാസം പ്രതിഫലിപ്പിക്കുക ഉണ്ടാകുന്ന ഒരുപാട് ഖൗഫുണ്ട്, റജാവുണ്ട്, ശുക്റുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വികാരങ്ങളുണ്ട് മനസ്സിൽ കടന്നുകൂടുന്ന ഈമാൻ കൊണ്ടുവരുന്നത്. അതെല്ലാം തഖ്വയുടെ പാർട്ടാണ്. അപ്പൊ ഈ ഹൃദയത്തിനകത്തിരിക്കുന്ന വിശ്വാസം മാത്രമല്ല തഖ്വ എന്നുള്ളത്, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന കർമ്മങ്ങൾ, നമസ്കാരം തഖ്വയുടെ ഭാഗമാണ്. എന്തിനേറെ നോമ്പ് പോലും തഖ്വയുടെ ഭാഗമാണ്. വ്രതം എന്നുള്ളത്, നമ്മളെന്ന് പറഞ്ഞ് നോമ്പ് പിടിക്കൂ മുത്തക്കിയാകാന്ന്, വ്രതം നിർബന്ധമാക്കിയത് നിങ്ങളെ തഖ്വയിലേക്ക് കൊണ്ടുവരാനാണെന്ന്. തഖ്വ ഉള്ളവരെ നോമ്പ് പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവവും കൂടിയാണ്. തഖ്വ ഇല്ലാത്ത ഒരാൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല. പിന്നെ നോമ്പ് പിടിച്ചിട്ട് തഖ്വ ഉണ്ടാക്കുന്ന രീതി അത് ഞാൻ പറയും. തഖ്വയുള്ള അല്ലാതെ ഒരാൾ തഖ്വയെങ്ങും ഇല്ല, ഒരാൾ നോമ്പ് പിടിക്കാണ്, തഖ്വ ഇല്ല, ഒരാൾക്ക് തഖ്വ ഇല്ല, അയാൾക്ക് തഖ്വയെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല. അയാൾ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചു, ആ നോമ്പ് 30 നോമ്പ് പിടിച്ചു, 30 നോമ്പ് കഴിയുമ്പോൾ അയാൾ മുത്തക്കിയായി മാറും. അമുസ്ലിമീങ്ങൾ നോമ്പ് പിടിക്കാറുണ്ട്, അവർ നോമ്പ് പിടിച്ചുകൊണ്ട് ആരെങ്കിലും മുത്തക്കിയായി മാറിയിട്ടുണ്ടോ? അവർക്ക് ആ നോമ്പിലൂടെ തഖ്വ, പട്ടിണി കിടക്കുന്നവർക്ക് കിട്ടുന്ന സംഗതിയുടെ പേരല്ല തഖ്വ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പട്ടിണി പാവം ദിവസങ്ങൾ പട്ടിണി കിടന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരാരും മുത്തക്കിയായിട്ടില്ല. പട്ടിണിയുടെ പേരിൽ കിട്ടുന്ന സംഗതിയുടെ പേരില്ല. തഖ്വയുടെ ലക്ഷണം കൂടിയാണ് സത്യത്തിൽ നോമ്പ് പിടിക്കാനുള്ള നമ്മുടെ മനസ്സ്. നമുക്കുള്ളിൽ തഖ്വ ഉള്ളത് കൊണ്ടാണ് നോമ്പ് പിടിക്കാനും കഴിയുന്നത്. അത് ഈ നോമ്പും തഖ്വയുടെ ഭാഗമാണ്. അതാണ് ഇസ്ലാമിന്റെ ഭാഗം. സക്കാത്ത് തഖ്വയുടെ ഭാഗമാണ്. ഹജ്ജ് അതിന് നമ്മൾ തയ്യാറാകുന്നത് അത് നമുക്കുള്ള തഖ്വയുടെ ഭാഗമാണ്. അങ്ങനെ കർമ്മമണ്ഡലത്തിലുള്ള അതോടൊപ്പം തന്നെ പെരുമാറ്റങ്ങൾ, ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ ഒരു മനുഷ്യന്റെ സൽപെരുമാറ്റം, ഒരു മനുഷ്യൻ സൽസ്വഭാവിയാക്കുന്നത് എന്തോ അതിന്റെ പേരും തഖ്വ എന്നാണ്. നമ്മൾ ഹൃദയത്തിലുള്ള തഖ്വയുടെ പ്രതിഫലനം കൂടിയാണ് ആ നല്ല പെരുമാറ്റം. കരാറ് പാലിക്കുക, വാക്ക് പാലിക്കുക, സത്യം പറയുക, നീതിയുടെ പക്ഷം നിൽക്കുക മുത്തക്കിയുടെ ലക്ഷണമാണ്. അതും തഖ്വയാണ് എന്ന്. അത് മാത്രമല്ല, തിന്മയിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു മനുഷ്യന്റെ താല്പര്യം കൂടിയാണ് തഖ്വ എന്ന്. റസൂല് പറഞ്ഞതുപോലെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, ഒരുപാട് ഇമാം വാഖിദിയൊക്കെ പറഞ്ഞതുപോലെ, നീ നിന്റെ മനസ്സിനെ എന്നാണ്, സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾ കാണാൻ വേണ്ടി പുറമെ ഭംഗിയാക്കിയവൻ അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി ഉള്ളു നന്നാക്കുന്നതിന്റെ പേര് കൂടിയാണ് തഖ്വ എന്ന് പറയുന്നുണ്ട്. റസൂല് പറഞ്ഞതുപോലെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന അർത്ഥത്തിൽ. എന്നാൽ മറ്റൊരു ഭാഗത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അവർക്കാർക്ക് തഖ്വ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, ഈ തഖ്വ എങ്ങനെ എളുപ്പത്തിലൊന്ന് വിശദീകരിക്കാം എന്നറിയാൻ വേണ്ടിയിട്ട് കഅബുൽ അഹ്ബാർ എന്ന വിദഗ്ധനായ സഹാബിയോട് സമഗ്രമായി ചിന്തിച്ച് ആശയങ്ങളെ വളരെ വാചകങ്ങൾ കുറച്ച രീതിയിൽ വിശദീകരിക്കാൻ കെൽപ്പുള്ള കഅബുൽ അഹ്ബാറിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, കഅബേ എന്താണ് തഖ്വ എന്നൊന്ന് വിശദീകരിക്കാമോ എന്ന്. ജീവിതത്തിൽ ഉടനീളം മുസ്ലിമായി മുത്തഖിയായി ജീവിച്ച ഉമറിന് തഖ്വ എന്തെന്ന് പോലും മനസ്സിലാകാത്തത് കൊണ്ടല്ല, തഖ്വ ഒരു അനുഭവമാണ്. ആ അനുഭവം വ്യക്തമായി ബോധ്യപ്പെട്ടയാളാണ്. അത്രമേൽ തഖ്വയുള്ള ഉമർ റളിയല്ലാഹു അൻഹു വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപമയാണ് അന്വേഷിക്കുന്നത്. ആരോട്? കഅബുൽ അഹ്ബാറിനോട്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കല്ലുകളും മുള്ളുകളും ഉള്ള പാതയിലൂടെ നടന്നു പോയിട്ടുണ്ടോ എന്ന്. കടന്നു പോയിട്ടുണ്ട് എന്ന്. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ആ മുൾപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി എന്നും വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഒരു കല്ലിലോ മുള്ളിലോ എന്റെ കാൽപാദം പതിയാതെ ഞാൻ സൂക്ഷ്മതയോടെ നടന്നു പോകുമെന്ന്. അത് വളരെ ഗൗരവത്തോടെ ജാഗ്രതയോടെ നടക്കുള്ളൂ, കാരണം കാലിൽ മുള്ളുകൊള്ളാൻ പാടില്ലല്ലോ എന്ന്. എന്ന് അതാണ് തഖ്വ എന്ന് കഅബുൽ അഹ്ബാർ വളരെ ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചു. നമ്മൾ നടന്നു പോകുന്ന ഈ ജീവിതത്തിന്റെ വഴിത്താരയിൽ മുഴുവൻ വിതറപ്പെട്ടിരിക്കുന്നത് തിന്മകളാകുന്ന മുള്ളുകളാണ്. ആ മുള്ളുകളിൽ ചവിട്ടാതെ സമർത്ഥമായ കാലുകൾ നന്മയിൽ പതിച്ച് നടക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജാഗ്രതയാണ്. ആ ജാഗ്രതയ്ക്ക് പറയുന്ന പേരാണ് തഖ്വ എന്ന്. അത് നല്ലൊരു വിശദീകരണമാണ്, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഒരു വിശദീകരണമാണ്. ഒരു സൈഡാണ് ഇത്, ഒരു ഭാഗത്ത് ഇത് നോക്കുന്നത്. തിന്മയിൽ നിന്ന് മാറി നന്മയിലൂടെ നടക്കുക എന്നതാണ് തഖ്വയുടെ ഒരു ബാഹ്യവശം എന്നുള്ളത്. അതൊരു പുറം വശമാണ്, അത് പുറത്ത് നിന്ന് നോക്കിയിട്ട് അദ്ദേഹം വിശദീകരിച്ചാണ്. എന്നാൽ നമുക്ക് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മൾ മുത്തക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് തിന്മകളുടെ സാധ്യതകൾ കൺമുമ്പിലുണ്ട്. നമ്മുടെ നോട്ടത്തിൽ തിന്മകൾ കടന്നു വരും, നമ്മളുടെ കേൾക്കുമ്പോൾ അവിടെയും തിന്മകൾ കടന്നു വരും, നമ്മുടെ നാവുകൾക്ക് തിന്മയുടെ സാഹചര്യങ്ങൾ കടന്നു വരും. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം തിന്മകൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ചുറ്റും വിതറപ്പെട്ട മുള്ളുകളായി കിടക്കുമ്പോൾ അവിടെയെല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് അത് തിന്മയാണ്, അള്ളാഹുവിന്റെ ധിക്കാരമാണ്, അത് അരുത്, ഞാൻ ചെയ്യില്ല എന്നൊരു മനുഷ്യൻ പ്രതിജ്ഞാബദ്ധമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പേരാ മുത്തക്കി, അവന്റെ പരിപാടിയാണ് മുത്തക്കി എന്നുള്ളത്. ആ തഖ്വയാണ് നോമ്പ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ തഖ്വ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാനുള്ളത്. ഇങ്ങനെ ഒരു തഖ്വ വലിയ ഗംഭീരമായ ചരിത്ര റസൂൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ
ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, യുവാവായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമായി അയാൾ വൈകാരികമായ ഒരു താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയെ, അയാൾ ഏറ്റവും കൂടുതൽ മോഹിച്ചൊരു പെൺകുട്ടിയെ വശീകരിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് അയാളുടെ കിടപ്പറയിൽ എത്തിച്ചിട്ട് അവസാനം ആ സ്വകാര്യ നിമിഷത്തിൽ താൻ ആറ്റുനോട്ടിരുന്ന ഒരു നിമിഷം കൈവന്നതിന്റെ ആഘോഷത്തിനൊപ്പം നിൽക്കുന്ന നിമിഷത്തിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹു ഉണ്ട് കേട്ടോ എന്നും. എന്റെ നിവർത്തികേട് കൊണ്ട്, നിസ്സഹായത കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോഴും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഇത്തഖില്ലാഹ, അള്ളാഹു തഖ്വ ചെയ്യണേ എന്ന്. ആ നിമിഷം, ഒരൊറ്റ നിമിഷം കൊണ്ട് ഹൃദയം കുലുങ്ങിപ്പോയൊരു മനുഷ്യൻ ആ പാപത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് കൂടിയാണ് തഖ്വ എന്ന്. അതാ തഖ്വ. ആ പെണ്ണ് പറഞ്ഞൊരു വാചകത്തിന്റെ പേരില്ലേ, ആറ്റുനോട്ടിരുന്ന് ഒരുപാട് ആസൂത്രണം ചെയ്ത് പദ്ധതിയിട്ട് കളമൊരുക്കി ഒരു പെണ്ണിനെ തന്റെ പരിധിയിൽ വരുത്തിയിട്ട് അള്ളാഹു തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ഹൃദയം പടച്ചുപോയ ആ പാപത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ആ തഖ്വ. ആ തഖ്വ നമുക്കുണ്ടോ നോക്കണം. ഈ വമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന് വലിയ തഖ്വ കുടത്തിൽ കൈയിട്ടവരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എവിടെയാണോ മനുഷ്യ ജീവിതത്തിൽ തഖ്വയുള്ളത്? എവിടെയാ തഖ്വയുള്ളത്? നമുക്ക് അള്ളാഹുവിന്റെ വിലയും നിങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന്, ഒരു ഗാംഭീര്യവും നിങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന്, അള്ളാഹു കാണാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല എന്നിരിക്കുമ്പോ ഈ നമ്മുടെ സ്വകാര്യതയിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ആരും കാണാനില്ല. ആരും കാണാനില്ലാത്തിടത്ത് നമ്മളെപ്പോഴും നികൃഷ്ടരായ ആരുമില്ല. ജനമധ്യത്തിൽ നമ്മൾ ഉടുത്തൊരുങ്ങി നല്ല മധുരമായി സംസാരിച്ച് നല്ല നോക്കുകൾ, നല്ല വാക്കുകൾ, നല്ല പെരുമാറ്റങ്ങൾ, എല്ലാവരും പരസ്പരം പറയും ക്വാളിറ്റിയുള്ള മനുഷ്യനാണെന്ന്. പക്ഷേ സ്വകാര്യതയിൽ നിന്നെപ്പോഴും നികൃഷ്ടനായ ആരാ ഉള്ളത്? അള്ള മാത്രം കാണുന്ന അവസ്ഥയിൽ എന്ത് തോന്നിയാസവും കാണിക്കാം. ഇരുട്ടിന്റെ മറ പറ്റി ഏത് തിന്മയും നമുക്ക് ചെയ്യാം. അങ്ങനെയായി മാറിയില്ലേ നമ്മൾ അത് ലയിച്ച് ജീവിക്കാണ്. ആഭാസത്തരങ്ങളുടെ അരങ്ങ് ലോകത്ത് ഈ ചെറിയ മക്കൾ പോലും എവിടെ അള്ളാഹുവിനെ ഭയക്കണം. നമ്മൾ കൊച്ചു മക്കൾക്ക് പോലും ആ കാലഘട്ടത്തില് ഉണ്ടായിരുന്നൊരു ഭയമുണ്ട്, പടച്ചവന് മറയ്ക്കാൻ കഴിയില്ല എന്ന്, പടച്ചവനെ മറയ്ക്കാൻ കഴിയില്ല എന്ന്. ഈ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരും കൂടെ നടന്നു വരുമ്പോ ഒരു കാട്ടിന്റെ വഴിയോരത്തുള്ള ഒരു ഒറ്റയടി പാതയിലൂടെ കാട്ടിന്റെ ഭാഗത്തൂടെ കടന്നു വരുമ്പോ ഒരു ചെറുക്കൻ, ഒരു പയ്യൻ ആടിനെ മേച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കാഴ്ചയുണ്ട്. ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്ന ഒരു പയ്യനെ കണ്ടിട്ട് ആ പയ്യനോട് നിനക്ക് ആഹാരമുണ്ടെങ്കിൽ, നിനക്ക് ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ അല്പം വെള്ളമോ ഭക്ഷണമോ നമുക്ക് നൽകണം, നമ്മൾ ദാഹിച്ചു വിശന്നു വരികയാണ്, ഒരു യാത്രയിലാണ് എന്ന്. ആ പയ്യൻ പറഞ്ഞത്, ഞാൻ ഭക്ഷണമൊന്നും കണക്കാക്കിയിട്ടില്ല, ഞാൻ വെള്ളവും കണക്കാക്കിയിട്ടില്ല എന്ന്. കഠിനമായ വേനലിൽ ഈ സാഹചര്യത്തിൽ ഈ ആടുകളെ വെക്കാൻ വേണ്ടി വന്നിട്ട് നീ പണിയുടെ ഇടയിൽ വെള്ളം പോലും കുടിക്കാതെയാണ് നിൽക്കുന്നത്, എന്താ വെള്ളം കണക്കാക്കാത്തതെന്ന്. ആ കുഞ്ഞു പറഞ്ഞ മറുപടി, എനിക്ക് നോമ്പാണ്. ഈ കഠിനമായ വേനലിൽ നിനക്ക് നോമ്പോ എന്ന് ചോദിക്കുമ്പോ നാളെ ഒരു ദിവസം വരാനുണ്ടല്ലോ എന്ന്, വരാനിരിക്കുന്ന ദിവസത്തിന് വേണ്ടിയുള്ള സമ്പാദ്യത്തിലാണ് ഞാൻ ഉള്ളത് എന്ന്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ആടിനതാ, നിന്റെ ഇരിക്കുന്ന ആട്ടിൻ പട്ടത്തിൽ ഒരു ആട്ടിനെത്താ, ഞങ്ങൾ ഭക്ഷണമാക്കാം, നിനക്ക് നോമ്പ് മുറിക്കാനുള്ള ഭക്ഷണവും ഞങ്ങൾ നൽകാമെന്ന്. ആ പയ്യൻ പറഞ്ഞ മറുപടി, ഈ ആട് എന്റേതല്ല, ഞാൻ ഇടയം മാത്രമാണ്, ഞാനൊരു ഇടയം മാത്രമാണ്, എനിക്കിതിൽ ഉത്തരവാദിത്വമില്ല, മിൽക്കിയത്തില്ല എന്ന്. കുഴപ്പമില്ല, നീ തന്നാ മതി, ആരറിയാനാണ്, ഈ കാട്ടിൽ നിന്റെ ഉടമസ്ഥനില്ല, അതുകൊണ്ട് നീ ഒരു ആടിനെ തന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നിനക്കൊരു വിഹിതവും നൽകാം. യജമാനൻ ചോദിച്ചാൽ ചെന്നായ്ക്കൾ എത്രയുണ്ട് ഇവിടെ കടന്നു പോകുന്നു, എത്രയോ ആട്ടിൻകുട്ടികളെ ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു, ഒരു കഥ പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഒന്ന് പറഞ്ഞു നോക്കി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കൊള്ളാം, നല്ല പദ്ധതിയാണ്. ആ പയ്യൻ പറഞ്ഞ മറുപടിയാണ്, ഒരു പയ്യൻ പറയുന്ന മറുപടി, അതെ നല്ല ആലോചനയാണ്, നല്ല പദ്ധതിയാണ്. പക്ഷേ അള്ളാഹുവിനെ ഇവിടെ കൊണ്ടുപോയി മറയ്ക്കുമെന്ന്. എന്റെ യജമാനൻ കാണില്ലായിരിക്കാം, ഞാൻ നിങ്ങൾക്ക് ഒരു ആടിനെ തന്നാൽ, പക്ഷെ ഈ ആടിനെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് അതിന്റെ മാംസം ഞാൻ കഴിച്ചൊരു കള്ളവും പറഞ്ഞിട്ട് തൽക്കാലം എടുത്തപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുമെന്ന്, അള്ളാഹുവിന് മറയ്ക്കാൻ കഴിയുമോ എന്നൊരു കൊച്ചു പയ്യൻ പറയുന്നുണ്ടെങ്കിൽ ആ തഖ്വയാണ് നമുക്ക് വേണ്ടത്. ആ തഖ്വയാണ് നമ്മൾ ശീലിക്കേണ്ടത്, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ആ തഖ്വയല്ലാതെ നമ്മളെ മക്കളെ ഇനിയുള്ള കാലഘട്ടങ്ങൾ രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റൽ സംവിധാനങ്ങൾ, അന്യ സംസ്ഥാനങ്ങൾ പലയിടത്തായി ചേക്കേറുന്ന ആൾക്കാരാ, പല മേഖലയിൽ ജോലി എടുക്കുന്നവരാ. പോകുന്നിടത്തെല്ലാം നമുക്ക് കൂടെ പോകാൻ കഴിയില്ല. പക്ഷെ ഏത് കൂട്ടുകെട്ടിന് നടക്ക് പോയാലും, എവിടേക്ക് പഠിക്കാൻ പോയാലും, എവിടേക്ക് ജോലിക്ക് പോയാലും, ആരൊക്കെ എങ്ങനെയൊക്കെ തിന്മകൾ ചെയ്താലും എന്റെ പടച്ചവൻ കാണുമെന്ന ആ വിശ്വാസത്തോടെ ഏത് കൂട്ടുകാരൻ തിന്മ ചെയ്താലും ആ തിന്മയ്ക്ക് ഞാനില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അത് മക്കളെ പരിശീലിപ്പിക്കേണ്ടത് തഖ്വ പഠിപ്പിച്ചിട്ടാ. ആ തഖ്വ നമ്മുടെ മക്കൾക്കില്ലെങ്കിൽ കൈ നിൽക്കൂല. 6ാം ക്ലാസ്, എന്റെ രണ്ടാമത്തെ മോൻ പഠിക്കുന്ന 6ാം ക്ലാസ്, 13 വയസ്സ്. ഈ 6ാം ക്ലാസ്സിൽ അതേ സ്കൂളിലെ മറ്റൊരു സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ, 2 കുട്ടികൾ, അതിലൊരു മുസ്ലിം കുട്ടി അടക്കം 2 കുട്ടികൾ, 13 വയസ്സ്, അവരുടെ ജാതി എന്ത് മതം, 13 വയസ്സുള്ള കുട്ടികൾ 2-3 ടീച്ചർമാരെന്ന് 600 രൂപ മോഷ്ടിച്ചെടുത്തിട്ട് അവർ കൂളുമാച്ച് ചുണ്ടിനിടയിൽ വെച്ചു എന്ന് പറയുമ്പോൾ എത്രയുണ്ട്?
13 വയസ്സ് ഞാൻ എന്റെ ചെവിയിലെത്തുന്നത് നമ്മളെ മക്കള്, അത് ഇളയാള് 13 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തില് ഈ കുട്ടികൾക്കിടയിൽ അത് വിറ്റവന് എന്ത് ചെയ്യണം? ഈ പൈസ വാങ്ങിച്ച സാധനം കൊടുത്ത ഒരു മനുഷ്യനുണ്ടല്ലോ, കച്ചവട കണ്ടുകൊണ്ട് മാത്രം കൊച്ചു മക്കൾ വന്നപ്പോ ആലോചിച്ച് നോക്കണം. ഇതാണ് അവസ്ഥ എന്നുള്ളത്. ഇത് 13 വയസ്സുകാരന്റെ അവസ്ഥയാണ്. 13, 14, 15 ഒക്കെ വാപ്പയും ഉമ്മയും ധിക്കരിച്ചുകൊണ്ട് ഏത് തോന്നിയാസവും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കാലമാണിത്. തഖ്വ പഠിപ്പിക്കേണ്ട മക്കളെ. ഏതൊരു സ്വകാര്യതയും കാണുന്ന ഒരു അല്ലാഹു ഉണ്ട് എന്ന്, പടച്ചവൻ കാണാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട്, അധ്യാപകരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്, നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് തുടങ്ങി വെക്കുന്ന ഈ തിന്മകൾ അവസാനം പരസ്യമായി തന്റെ അടിയായി സമൂഹ മധ്യത്തിൽ നിന്ന് ചെയ്യാൻ അറപ്പുണ്ടാവില്ലവർക്ക്. എതിർക്കുന്നവനെ വെട്ടിവീഴ്ത്താൻ അത് മാതാവായാലും പിതാവായാലും അറപ്പുണ്ടാവില്ലവർക്ക്. ഈ ജനങ്ങളെ വഴി കാണിക്കാൻ തഖ്വയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ആ തഖ്വയിലേക്ക് മക്കളെയും തഖ്വ നഷ്ടപ്പെട്ട് ജീവിതം ചിതറിപ്പോയ നമ്മളെയും തിരിച്ചു പിടിക്കാൻ വേണ്ടി വാർഷിക അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് റമദാൻ. ഈ റമദാൻ നമുക്ക് വലിയ വ്യക്തമായ ഒരു പ്ലാൻ വേണം. റമദാനാണ് മുമ്പിലുള്ളത്. വലിയ ആസൂത്രണം വേണം, കൃത്യമായ ആലോചന വേണം. ഇത് കൃത്യമായി ഉപകാരപ്രദമായി ഫലപ്രദമായി ഉപയോഗിച്ച് ജീവിതത്തിൽ തഖ്വ തിരിച്ചു പിടിക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വ്യക്തമായ ഒരു പഠനത്തോടു കൂടി സമീപിക്കുക, ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.